CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പ്രൈഡ് ഓഫ് ജനറേഷൻസ്, ബൈപാസ് റോഡ്, പെരിന്തൽമണ്ണ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഉയർന്ന മൂല്യവും ഉടനടി പണവും കൂടാതെ മറ്റനേകം ഓഫറുകൾ എല്ലാം ജോയ ലുക്കാസിൽ മാത്രം. ജോയ ലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പ് രണ്ടാം ഘട്ടം നടക്കുന്ന 5 ജില്ലകളിലും മികച്ച പോളിംഗ്. പാലക്കാട് ജില്ലയിലും മികച്ച പോളിംഗ് രേഖപ്പെടുത്തി. കടമ്പഴിപ്പുറത്ത് കള്ളവോട്ട് ശ്രമം. ചിലയിടങ്ങളിൽ വോട്ടിംഗ് യന്ത്രം തകരാറിലായെങ്കിലും ഉടൻ തന്നെ പുനഃസ്ഥാപിക്കപ്പെട്ടു. പാലക്കാട് മുൻ MP രാജേഷും MLA PK ശശിയും വോട്ട് രേഖപ്പെടുത്തി. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇടതു തരംഗമുണ്ടാകുമെന്ന് MP രാജേഷ്. സംസ്ഥാനത്ത് അവസാനഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന മലപ്പുറം ജില്ലയിൽ ഇരു സ്ഥാനാർത്ഥികളും പാർട്ടി പ്രവർത്തകരും അവസാനഘട്ട പ്രചരണത്തിൽ. ഇരുമുന്നണികളും ഒപ്പം സ്വതന്ത്ര സ്ഥാനാർത്ഥികളും തുടക്കം മുതലുള്ള ആത്മവിശ്വാസത്തോടെയാണ് പ്രചരണം നടത്തുന്നത്. മുഴുവൻ ജാതി മതവിഭാഗത്തിലുള്ളവരെയും ഒരേ കണ്ണിൽ കാണാൻ BJPക്കും മുസ്ലിം ലീഗിനും കഴിയില്ലെന്ന് മന്ത്രി KT ജലീൽ. പ്രശ്നം ഏത് സമുദായത്തിന്റേതെന്ന് നോക്കിയാണ് ഇരു കക്ഷികളും ജനകീയ വിഷയങ്ങളിൽ ഇടപെടുന്നതെന്നും ജലീൽ പറഞ്ഞു. പാലക്കാട് മുൻ MP രാജേഷ് KVUP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. ഇത്തവണ ഇടതു തരംഗമാണ് ഉണ്ടാവുക എന്നും MP രാജേഷ് പറഞ്ഞു. പാലക്കാട് മുൻ MPയും CPM കേന്ദ്ര കമ്മിറ്റി അംഗവുമായ MP രാജേഷ് കൈലിയാട് KVUP സ്കൂളിലാണ് വോട്ട് ചെയ്തത്. ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇടതു തരംഗമാണ് ഉണ്ടാവാൻ പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ ഇടതുപക്ഷത്തെ കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ച് വേട്ടയാടുന്ന BJPക്കും UDFനും ഒപ്പം മാധ്യമങ്ങൾക്കുമുള്ള ചുട്ട മറുപടി ജനങ്ങളിൽ മുൻ MP രാജേഷിനോടൊപ്പം മാതാപിതാക്കളും വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിരുന്നു. CCN ചെർപ്പുളശ്ശേരി. PK ശശി MLA വോട്ട് രേഖപ്പെടുത്തി. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ 2ാം വാർഡ് SVAU UP സ്കൂളിൽ 1ാം ബൂത്തിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ 2ാം വാർഡ് കുലുക്കിലിയാട് SVUP സ്കൂളിലെ 1ാം ബൂത്തിലാണ് PK ശശി MLA വോട്ട് രേഖപ്പെടുത്തിയത്. MLA കുടുംബവുമൊത്താണ് വോട്ട് ചെയ്യാനെത്തിയത്. മുൻ മന്ത്രിയും CPIM നേതാവുമായ പാലോളി മുഹമ്മദ് കുട്ടിയുടെ ചെറുമകൻ മുഹമ്മദ് അലി എന്ന പാലോളി ബാബുവാണ് വാർഡിൽ മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥി. വാർഡിന്റെ LDF സ്ഥാനാർത്ഥി ഏറ്റവും ജനസമ്മതിയുള്ള സ്ഥാനാർത്ഥിയാണ്. മാത്രമല്ല ഞങ്ങളുടെ സമാരാധ്യനായ നേതാവ് പാലോളിയുടെ പേരക്കുട്ടിയാണ്. പാലോളിയുടെ മകളുടെ കുട്ടിയാണ് എന്നുള്ള മേൽവിലാസവും ഏറ്റവും മികച്ച എൻ്റെ നാട്ടിൽ ഏറ്റവും മികച്ച സാമൂഹ്യ രംഗത്ത് ഉള്ള പ്രവർത്തകനും പാലിയേറ്റീവ് ജീവകാരുണ്യപരമായ പ്രവർത്തനങ്ങളിൽ ഏറ്റവും മികവ് പുലർത്തുന്ന പ്രവർത്തകനുമായിട്ടുള്ള ആളാണ് പാലോളി ബാബു. ഈ 3 ഘടകങ്ങളും ബാബുവിൻ്റെ വിജയത്തിന് ഏറ്റവും വലിയ ഘടകം തന്നെയായി. CCN ചെർപ്പുളശ്ശേരി. കടമ്പഴിപ്പുറം വേട്ടേക്കരയിൽ കള്ളവോട്ട് ചെയ്യാൻ ശ്രമിച്ച ആൾ പിടിയിൽ. 18ാം വാർഡ് ബൂത്ത് 2ലാണ് സംഭവം. കുറക്കാട്ടിൽ അയ്യപ്പൻ എന്നയാളുടെ വോട്ട് മണ്ണാർക്കുന്ന് അയ്യപ്പൻ എന്നയാളാണ് വോട്ട് ചെയ്യാൻ ബൂത്തിലെത്തിയത്. മാനസിക തകരാറുള്ള ആളാണ് ഇയാളെന്ന് ബന്ധുക്കൾ പറയുന്നു. കടമ്പഴിപ്പുറം 18ാം വാർഡ് 2ാം ബൂത്ത് വേട്ടേക്കര അംഗൻവാടിയിലാണ് കള്ളവോട്ട് ശ്രമം നടന്നത്. കൂറക്കാട്ടിൽ അയ്യപ്പൻ എന്നയാളുടെ വോട്ട് മണാർക്കുന്ന് അയ്യപ്പൻ എന്നയാൾ ചെയ്യാനെത്തിയപ്പോൾ പോളിംഗ് ഉദ്യോഗസ്ഥർ പിടികൂടുകയായിരുന്നു. ഇയാൾ മാനസികാസ്വാസ്ഥ്യമുള്ള ആളാണെന്ന് ബന്ധുക്കൾ പറയുന്നു. ഇയാൾക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് റിട്ടേണിംഗ് ഓഫീസർ അറിയിച്ചു. CCN കടമ്പഴിപ്പുറം. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച സങ്കര ചികിത്സാ ഉത്തരവിനെതിരെ നിലമ്പൂർ ജില്ലാ ആശുപത്രിക്ക് മുൻപിൽ ഡോക്ടർമാർ നിൽപ്പ് സമരം സംഘടിപ്പിച്ചു. IMA മുൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ EK ഉമ്മർ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെയുള്ള ഈ സംഗതികൾ ഞങ്ങൾക്ക് കുറഞ്ഞ ഡിമാൻഡ് മാത്രമേ ഉള്ളൂ. ഈ 19/11/2020 അതായത് കഴിഞ്ഞ ഒക്ടോബർ 19 കൊണ്ടുവന്ന ഈ നോട്ടിഫിക്കേഷൻ കംപ്ലീറ്റ് ഒഴിവാക്കുക. അതുപോലെ തന്നെ ഈ ആയുഷ് ഡോക്ടേഴ്സ് നമ്മൾ ആയുഷിന് ആയുർവേദിക്കോ ഹോമിയോപ്പതിക്കോ മറ്റൊന്നും എതിരല്ല. ഞങ്ങൾ മോഡേൺ മെഡിസിൻ വേണ്ടി നമ്മൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതുപോലെ ആയുർവേദക്കാർ ആയുർവേദം പ്രാക്ടീസ് ചെയ്യട്ടെ, ഹോമിയോപ്പതിക്കാർ ഹോമിയോപ്പതി പ്രാക്ടീസ് അവരുടെ തലത്തിലുള്ള ഉയർച്ചയും വളർച്ചയും ഉണ്ടാകട്ടെ.
എന്ന് പറഞ്ഞ് ഉള്ള ഒരു ആവശ്യമാണ്. അതുകൊണ്ട് ഈ 4 കമ്മിറ്റിയെ കംപ്ലീറ്റ് നിർമ്മാർജ്ജനം ചെയ്യുക. ഈ മോഡേൺ ബെഡ്സിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ തനതായ സ്വഭാവം തന്നെ, നമ്മുടെ ഹെൽത്ത് സെക്ടറിൻ്റെ തനതായ സ്വഭാവം തന്നെ. അലോപ്പതി ചികിത്സയിൽ അനുവർത്തിക്കുന്ന 58 തരം ശസ്ത്രക്രിയകൾ നടത്താൻ ആയുർവേദ ഡോക്ടർമാർക്കും അനുമതി നൽകിക്കൊണ്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തിനെതിരെയാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി സമരം നടത്തുന്നത്. കേരളത്തിലെ 109 IMA യൂണിറ്റുകളിലും നിൽപ്പ് സമരം സംഘടിപ്പിച്ചു. സമരത്തിന്റെ ഭാഗമായി ഈ മാസം 11 രാവിലെ 6 മുതൽ വൈകുന്നേരം 6 വരെ കോവിഡ് അത്യാഹിത വിഭാഗങ്ങളെ മാത്രം ഒഴിവാക്കി രാജ്യവ്യാപകമായി പണിമുടക്ക് നടത്താനും IMA ആഹ്വാനം ചെയ്തിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ഉട്ടോപ്യൻ നയങ്ങളാണ് സ്വീകരിക്കുന്നതെന്നും സങ്കര ചികിത്സാരീതി ലോകത്ത് എവിടെയും ഇല്ലെന്നും നിലമ്പൂർ ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ നിൽപ്പ് സമരം ഉദ്ഘാടനം ചെയ്ത് ഡോക്ടർ EK ഉമ്മർ പറഞ്ഞു. IMA നിലമ്പൂർ യൂണിറ്റ് പ്രസിഡന്റ് ഡോക്ടർ ഷിനാസ് ബാബു അധ്യക്ഷത വഹിച്ചു. നിലമ്പൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ N അബൂബക്കർ, IMA ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ ജലാൽ, ഡോക്ടർ കാജ ഹുസൈൻ, ഡോക്ടർ പ്രമോദ്, ഡോക്ടർ ഹമീദ്, ഡോക്ടർ പ്രവീണ, ഡോക്ടർ ഹംസ തുടങ്ങിയവർ സംസാരിച്ചു. CCN മലപ്പുറം. കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം വഴി അനധികൃതമായി കടത്താൻ ശ്രമിച്ച 1451 ഗ്രാം സ്വർണം കഴിഞ്ഞ ദിവസം എത്തിയ 2 യാത്രക്കാരിൽ നിന്നായി എയർ കസ്റ്റംസ് ഇന്റലിജൻസ് വിഭാഗം പിടികൂടി. വിപണിയിൽ 73 ലക്ഷം രൂപ വില വരുന്ന സ്വർണമാണ് പിടികൂടിയത്. സ്പൈസ് ജെറ്റ് വിമാനത്തിൽ ജിദ്ദയിൽ നിന്നെത്തിയ മലപ്പുറം സ്വദേശി ഫൈസലിൽ നിന്ന് 1397 ഗ്രാം സ്വർണം കണ്ടെടുത്തു. ഹൈഡ്രോളിക് എയർ പമ്പിൽ ഒളിപ്പിച്ചാണ് സ്വർണം കടത്താൻ ശ്രമിച്ചത്. എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ ദുബായിൽ നിന്നെത്തിയ കോഴിക്കോട് കക്കട്ടിൽ സ്വദേശി ആഷിഫിന്റെ പക്കൽ നിന്ന് പിടിച്ചെടുത്ത 54 ഗ്രാം സ്വർണം പെൻടോർച്ച് ബാറ്ററിക്കുള്ളിലാണ് ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ചത്. കസ്റ്റംസ് അസിസ്റ്റന്റ് കമ്മീഷണർ AK സുരേന്ദ്രനാഥൻ, സൂപ്രണ്ടർമാരായ KP മനോജ്, രഞ്ജി വില്യം, തോമസ് വർഗീസ്, ഉമാദേവി, ഇൻസ്പെക്ടർമാരായ സൗരഭ് കുമാർ, രോഹിത് ഗത്രി, അഭിലാഷ് TS, അരവിന്ദ് ഗുലിയ, ശിവാനി, ഹെഡ് ഹവിൽദാർമാരായ അബ്ദുൽ ഗഫൂർ, മാത്യു KC എന്നിവരടങ്ങുന്ന സംഘമാണ് സ്വർണം പിടികൂടിയത്. CCN മലപ്പുറം. ഒറ്റപ്പാലം നഗരസഭയിലും വാണിയംകുളം പഞ്ചായത്തിലും വിവിധ ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിരയാണ് കാണാനായത്. സാമൂഹിക അകലം പോലും ഇല്ലാതെയാണ് മിക്ക ബൂത്തുകളിലും തിരക്കനുഭവപ്പെട്ടത്. രാവിലെ കൂനത്തറ ബൂത്തിൽ വോട്ടിംഗ് മെഷീൻ തകരാറിലായതിനെ തുടർന്ന് 1 മണിക്കൂർ കഴിഞ്ഞാണ് പുനരാരംഭിച്ചത്. ഒറ്റപ്പാലം നഗരസഭയിലും വാണിയംകുളം പഞ്ചായത്തിലും വിവിധ ബൂത്തുകളിലും വോട്ടർമാരുടെ നീണ്ട നിര. സാമൂഹിക അകലം പോലുമില്ലാതെയാണ് മിക്ക ബൂത്തുകളിലും തിരക്കനുഭവപ്പെട്ടത്. രാവിലെ കൂനത്തറ ബൂത്തിൽ വോട്ടിംഗ് മെഷീൻ തകരാറിലായതിനെ തുടർന്ന് 1 മണിക്കൂർ കഴിഞ്ഞാണ് പുനരാരംഭിച്ചത്. മനശ്ശേരി AVUP സ്കൂളിലും മെഷീൻ തകരാറിലായി. കുറച്ചു സമയം നിർത്തിവെക്കേണ്ടി വന്നു. ചളവറയിലും വോട്ടിംഗ് മെഷീൻ തകരാറിലായി. കണ്ണിയംപുറം വാർഡിൽ ഉച്ചയോടെ 400-ന് മുകളിൽ വോട്ടിംഗ് രേഖപ്പെടുത്തി. പ്രശ്നബാധിത ബൂത്തുകളിൽ കനത്ത സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത്. CCN ഒറ്റപ്പാലം. സങ്കരവൈദ്യത്തിനെതിരെ IMA ഡിസംബർ 11-ന് വെള്ളിയാഴ്ച ഡോക്ടർമാർ രാജ്യവ്യാപകമായി പണിമുടക്കും. സങ്കരവൈദ്യം പ്രോത്സാഹിപ്പിക്കുന്ന നടപടികളിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറണമെന്നും IMA പറഞ്ഞു. രാവിലെ 6 മുതൽ വൈകുന്നേരം 6 വരെയാണ് പണിമുടക്ക്. സർക്കാർ ഡോക്ടർമാരുടെ സംഘടനകളായ KGMOയെയും KGMCTയെയും സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ വളർച്ചയ്ക്കും നേട്ടങ്ങൾക്കുമെതിരെയുള്ള ഇത്തരം നീക്കങ്ങളിൽ നിന്നും സർക്കാർ പിന്മാറണമെന്നും സങ്കരവൈദ്യം പ്രോത്സാഹിപ്പിക്കുന്ന നടപടികളിൽ നിന്നും സർക്കാർ പിന്മാറണമെന്നും ജില്ലാ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ നീലാർ മുഹമ്മദ്, കോർഡിനേറ്റർ ഡോക്ടർ ജലാൽ എന്നിവർ പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. ആധുനിക വൈദ്യശാസ്ത്രം പ്രോത്സാഹിപ്പിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്ന ജില്ലയിലെ മുഴുവൻ ഡോക്ടർമാരും ഈ ഐതിഹാസിക സമരത്തിൽ അണിചേരുമെന്ന് IMA ജില്ലാ ഭാരവാഹികൾ അറിയിച്ചു. നമ്മൾ ഒരിക്കലും എതിരാ ഞാൻ പറഞ്ഞു കഴിഞ്ഞ് ആയുർവേദത്തിൻ്റെ രീതിയിലോട്ട് പോട്ടെ, മോഡേൺ മെഡിസിൻ അതിൻ്റെ രീതിയിലോട്ട് ചികിത്സാ സംവിധാനം മുന്നോട്ട് പോകട്ടെ. ഇതുകൊണ്ടുള്ള പ്രധാന വിഷയം ഡോക്ടർമാരെക്കാൾ കൂടുതൽ ബാധിക്കുന്നത് പൊതുജനങ്ങളാണ്. അറിവില്ലാത്ത പൊതുജനങ്ങളെയാണ് ഇത് കൂടുതൽ ബാധിക്കുന്നത്. ഈ ആയുഷിൻ്റെയും ഈ മോഡേൺ മെഡിസിൻ്റെയും ഉള്ള സങ്കര ചികിത്സാ രീതി കാരണം ഈ ആയുഷ് ഡോക്ടർമാർക്കും കൊടുക്കുന്ന ഒരേ ഡിഗ്രിയാണ് MS ആയുർവേദം അല്ലെങ്കിൽ MD ആയുർവേദം എന്ന ഡിഗ്രിയാണ് ഈ ഡോക്ടർമാർക്ക് നൽകുന്നത്. ഒരുപക്ഷെ ഗ്രാമങ്ങളിൽ പട്ടണങ്ങളിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് ഒരുപക്ഷെ ഇതൊക്കെ കൊള്ളണമെന്നുണ്ട്. പക്ഷേ ഗ്രാമങ്ങളിൽ ജീവിക്കുന്ന പാവപ്പെട്ട ജനങ്ങൾക്ക് എന്താണ് MS ആയുർവേദം അല്ലെങ്കിൽ MS മോഡേൺ മെഡിസിൻ അല്ലെങ്കിൽ MS സർജറി എന്നുള്ളതും അല്ലെങ്കിൽ MD ആയുർവേദം അല്ലെങ്കിൽ MD ജനറൽ മെഡിസിൻ അങ്ങനെയെന്നുള്ള ഡിഗ്രികളുടെ വ്യത്യാസം പലപ്പോഴും അറിഞ്ഞിരിക്കാൻ സാധ്യതയില്ല. നമുക്കറിയാം, ഇപ്പോൾ എൻട്രൻസ് പരീക്ഷ നടക്കുന്നുണ്ട്. എൻട്രൻസ് പരീക്ഷ നടന്നിട്ട് ഇതൊരു കോമ്പറ്റീറ്റീവ് എക്സാമാണ്. എൻട്രൻസ് പരീക്ഷയിൽ ഏറ്റവും ആദ്യം
റാങ്ക് കിട്ടുന്ന എല്ലാ കുട്ടികളും മോഡേൺ മെഡിസിൻ സ്വീകരിക്കുന്നതാണ്. അതിനുശേഷമാണ് അഗ്രികൾച്ചറും അതുപോലെ തന്നെ ആയുർവേദം, യുനാനി, ഹോമിയോ ഈ ചികിത്സാ രീതിയിലോട്ട് പലരും അഡ്മിഷൻ സ്വീകരിക്കുന്നത്. പലപ്പോഴും മോഡേൺ മെഡിസിൻ അഡ്മിഷൻ കിട്ടാത്ത കുട്ടികളാണ് ആയുർവേദത്തിലോട്ടും മറ്റുള്ള രീതിയിലോട്ടും തിരിയുന്നത്. അപ്പോൾ അവർക്ക് ഇത്തരം ഹോമിയോവും അതേപോലെ തന്നെ ആയുർവേദവും പഠിച്ച ഈ വിദ്യാർത്ഥികൾക്ക് പെട്ടെന്നൊരു ദിവസം സർജറി ചെയ്യാനും മോഡേൺ മെഡിസിൻ ഉപയോഗിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ തീർച്ചയായും ഒരു കാര്യം ഉറപ്പാണ്, അവരേതായാലും മോഡേൺ മെഡിസിൻ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. ആയുർവേദം അതോടുകൂടെ അവസാനിക്കും. അപ്പോൾ ആയുർവേദത്തിൻ്റെ ആ പവിത്രതയും ആയുർവേദത്തിൻ്റെ ആ പുണ്യതയും ഈ മോഡേൺ മെഡിസിൻ്റെ ഈ സങ്കര ചികിത്സയോടുകൂടെ അവസാനിക്കുകയാണ്. അത്തരം ഒരു രീതിയിലോട്ടാണ് IMA എന്നും എതിർക്കുന്നത്. അതോടനുബന്ധിച്ചാണ് ഈ കഴിഞ്ഞ ദിവസം 8-ാം തീയതി ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ ഏകദേശം 37,000 ബ്രാഞ്ചുകളിൽ IMA ഘടകങ്ങളിൽ 7 ലക്ഷത്തോളം വരുന്ന ഡോക്ടർമാർ 2 മണിക്കൂറിൽ പ്രതിഷേധ ദിനമായിട്ട് ആചരിച്ചുകൊണ്ട് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ മുഴുവൻ ഡോക്ടർമാരും ഇതിനുവേണ്ടി 2 മണിക്കൂർ പ്രതിഷേധ ദിനം ആചരിച്ചിട്ടുണ്ട്. അതോടനുബന്ധിച്ച് തന്നെയാണ് ഈ വരുന്ന 11-ാം തീയതി കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ മുഴുവൻ ഡോക്ടർമാരും, അത് IMA മാത്രമല്ല KGMO ഉണ്ട്, KMCTA ഉണ്ട്, അതുപോലെ QMPA ഉണ്ട്, ഇന്ത്യൻ ഡെൻ്റൽ ഡോക്ടേഴ്സ് അസോസിയേഷൻ ഉണ്ട്. എല്ലാ മോഡേൺ മെഡിസിനിലെ എല്ലാ വിഭാഗം ഡോക്ടർമാരും 8-ാം തീയതി രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ സമ്പൂർണ്ണമായിട്ടുള്ള പണിമുടക്കിലേക്ക് നീങ്ങുകയാണ്. പക്ഷേ ഇതിൽ നിന്നും നമ്മളെ അവശ്യ സർവീസുകൾ മുഴുവൻ ഒഴിവാക്കിയിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള സർജറിയും ആവശ്യമായിട്ടുള്ള ഡെലിവറി, അതുപോലെ തന്നെ ആവശ്യമായ ചികിത്സ, കാഷ്വാലിറ്റി സംവിധാനങ്ങൾ, അതുപോലെ കോവിഡുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ചികിത്സയും അന്നത്തെ ദിവസത്തിൽ പണിമുടക്കിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഈ പണിമുടക്ക് ഡോക്ടർമാർക്ക് മാത്രമുള്ളതല്ല, പൊതുജനങ്ങൾക്ക് കൂടിയുള്ള ഒരു പണിമുടക്ക് ആണ് എന്നുള്ള കാര്യം നമ്മളെല്ലാവരും ഓർക്കേണ്ടതാണ്. ഈ സമരം ഒരിക്കലും പൊതുജനത്തിനെതിരെയല്ല, ആയുർവേദത്തിനെതിരെയല്ല, ഹോമിയോപ്പതിക്കെതിരെയല്ല. ഈ സങ്കര ചികിത്സാ സംവിധാനത്തിന് എതിരെയാണ് ഈ സമരം എന്നുള്ള ഞാൻ ഉറപ്പിച്ചു പറയുകയാണ്. CCN മലപ്പുറം ജില്ലയിലെ ഗ്രാമീണ കവലകളെല്ലാം വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ കൊടിത്തോരണങ്ങളാൽ അലങ്കൃതമായി. തദ്ദേശഭരണ തെരഞ്ഞെടുപ്പ് അടുക്കും തോറും പ്രചരണ പ്രവർത്തനങ്ങളിൽ നിറസാന്നിധ്യമാവുകയാണ് കവലകളും ചുമരുകളും. ഞങ്ങളുടെ നാട്ടിലെ ഇലക്ഷന് വളരെ സമാധാനപരമായും സൗഹൃദപരമായുമാണ് മുന്നോട്ട് പോകുന്നത്. പോസ്റ്ററുകളൊക്കെ എല്ലാം എല്ലാ സ്ഥാനാർത്ഥികളുടെ അടുത്തടുത്ത് പല പാർട്ടിക്കാരുടെയും പല പാർട്ടിയിൽ മത്സരിക്കുന്ന ആളുകളാണെങ്കിൽ പോസ്റ്ററുകളെല്ലാം മിക്സഡായിട്ട് കെട്ടിക്കൊണ്ട് ഒരേ പ്രശ്നങ്ങളുമില്ലാതെ വിഭാഗീയതൊന്നുമില്ലാതെ. തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പ് ദിവസം അടുക്കുംതോറും ഗ്രാമീണ മേഖലകൾ മനോഹരമായി അലങ്കരിച്ച് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ രംഗത്തുണ്ട്. ചായക്കടകളിലും നാൽക്കവലകളിലും ഫേസ്ബുക്ക് തുടങ്ങി എല്ലാ നൂതന മാർഗങ്ങളിലൂടെയും പ്രചാര ചർച്ച സജീവമാകുന്നു. സ്വന്തം വോട്ടുകൾ നേടിയെടുക്കാൻ ഊണും ഉറക്കവും തുടങ്ങി എല്ലാം മാറ്റി നിർത്തി സജീവ പ്രചരണ തന്ത്രങ്ങൾ മെനയുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ. കണ്ണഞ്ചിപ്പിക്കുന്ന തോരണങ്ങളും ഫിലിം സ്റ്റാറുകളുടെ ഫോട്ടോ ഉപയോഗിച്ച ചിത്രങ്ങൾ എന്നിവയെല്ലാം ഉപയോഗിച്ച് ഒരു ഉത്സവ പ്രതീതി തന്നെയാണ് ഗ്രാമീണ മേഖലകളിൽ കാണാൻ കഴിയുന്നത്. സൗഹൃദവും സമാധാനപരവുമായ രീതിയിലാണ് പ്രചാരണങ്ങൾ നടക്കുന്നതെന്നും അത് നിലനിൽക്കുകയും ചെയ്യുമെന്നും തിരഞ്ഞെടുപ്പ് വരെ അത് തുടരുമെന്നും നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നു. ഇത്രയും കാലം ഇലക്ഷൻ വളരെ സൗഹാർദ്ദപരമായിട്ട് ഇതുവരെ കഴിഞ്ഞു പോന്നിട്ടുള്ളൂ. ഇനിയും ഈ വരുന്ന ഇലക്ഷനും അതേമാതിരി സൗഹാർദ്ദപരമായിട്ട് എല്ലാവർക്കും സൗകര്യപരമായി വന്ന് വോട്ട് ചെയ്യാനും അതിനെല്ലാ സൗകര്യങ്ങളും ഏത് മുന്നണികളാണെങ്കിലും ഏത് മുന്നണികളാണെങ്കിലും അതിൻ്റെ സൗഹാർദ്ദത്തോടെ ഇവിടെ നിന്ന് പോന്നിട്ടുള്ളൂ, കഴിഞ്ഞു പോന്നിട്ടുള്ളൂ. ഇനിയും വരും കാലങ്ങളിൽ ഈ സൗഹാർദ്ദം നിലനിർത്തണമെന്ന് CCN പെരിന്തൽമണ്ണ. മുഴുവൻ ജാതി മത വിഭാഗത്തിലുള്ളവരെയും ഒരേ കണ്ണിൽ കാണാൻ BJPക്കും മുസ്ലിം ലീഗിനും കഴിയില്ലെന്ന് മന്ത്രി KT ജലീൽ. പ്രശ്നം ഏത് സമുദായത്തിന്റേതെന്ന് നോക്കിയാണ് ഇരു കക്ഷികളും ജനകീയ വിഷയങ്ങളിൽ ഇടപെടുന്നതെന്നും ജലീൽ പറഞ്ഞു. ഒരു സമുദായത്തിന് വേണ്ടി അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ്, പ്രശ്നങ്ങളെ നോക്കിയല്ല, പ്രശ്നങ്ങൾ ആരുടേതാണ് എന്ന് നോക്കിയാണ് BJPയുടെയും ലീഗിന്റെയും ഇടപെടൽ. ഹിന്ദുവിന് പ്രശ്നമുണ്ടെങ്കിൽ അവിടെ BJP ഇടപെടാൻ ശ്രമിക്കണം. മുസ്ലിമിന് പ്രശ്നമുണ്ടാകും എന്ന് കേൾക്കുമ്പോൾ അവിടെ ലീഗ് വരാൻ വേണ്ടി താല്പര്യപ്പെടുന്നു. ഇടതുപക്ഷമാകട്ടെ ഹിന്ദുവിനോ മുസ്ലിമിനോ ക്രിസ്ത്യാനിക്കോ എന്ന് നോക്കാതെ
എല്ലാ ജാതി മത വിഭാഗക്കാരെയും വേർതിരിവില്ലാതെ കാണാനും അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനും ഇടതുപക്ഷത്തിന് മാത്രമേ കഴിയൂ എന്നും പെരിന്തൽമണ്ണ നഗരസഭയിലെ പാതായിക്കരയിൽ ഇടതുമുന്നണി തിരഞ്ഞെടുപ്പ് യോഗത്തിൽ മന്ത്രി ജലീൽ വ്യക്തമാക്കി. കഴിഞ്ഞ 4.5 വർഷം കൊണ്ട് ഇടതുമുന്നണി ഒട്ടനവധി ജനോപകാര വികസന പരിപാടികളാണ് നടപ്പിലാക്കിയത്. പ്രളയകാലത്ത് റിലീഫ് ക്യാമ്പുകൾ ഒരുക്കി ഒപ്പം നിന്നു. കോവിഡ് കാലത്ത് 90 ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യ റേഷനും സൗജന്യ ചികിത്സയും ഒരുക്കി പിണറായി സർക്കാർ ലോകത്തിന്റെ പ്രശംസ നേടിയെന്നും ജലീൽ വ്യക്തമാക്കി. മഞ്ഞ ലോഹമില്ലാതെ ഈ ഭൂമുഖത്ത് ജീവിക്കാൻ പറ്റുമോ എന്നൊന്ന് പരീക്ഷിക്കുകയായിരുന്നു. ആ പരീക്ഷണത്തിൽ വിജയിച്ച് ഞങ്ങൾ മുന്നേറുകയാണ്. ആ എന്നെക്കുറിച്ചാണ് പറഞ്ഞത് ഞാൻ ഖുർആന്റെ മറവിൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയെന്ന്. എനിക്കെതിരെ പരാതി കൊടുത്തില്ല. യൂത്ത് കോൺഗ്രസ്സുകാരും യൂത്ത് ലീഗുകാരും എൻ്റെ കയ്യിൽ കള്ളപ്പണമുണ്ട്, ഞാൻ അവിഹിതമായി സമ്പാദിച്ചിട്ടുണ്ട്, അന്വേഷിക്കണം. ED വന്നു, NIA വന്നു, കസ്റ്റംസ് വന്നു, അന്വേഷിച്ചില്ല. എന്താ അവർ കണ്ടെത്തിയത്? 19 കൊല്ലം മുമ്പ് ഞാൻ വാങ്ങിയ 19.5 സെന്റ് സ്ഥലവും അതിൽ 2200 സ്ക്വയർ ഫീറ്റിലെ ഒരു സാധാരണ വീടുമല്ലാതെ ഈ ഭൂമുഖത്ത് മറ്റൊന്നും എനിക്കോ ഭാര്യക്കോ കുടുംബത്തിനോ സമ്പാദ്യമായിട്ടില്ല. 20 കൊല്ലത്തെ ഞങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചു. 20 കൊല്ലത്തെ അക്കൗണ്ടിലേക്ക് വന്ന പണം നോക്കിയവര്, പോയ പണം നോക്കി, അരിപ്പ വെച്ച് അരിച്ചു നോക്കി, ഭൂതക്കണ്ണാടി വെച്ച് നോക്കി. ഒരു ചെറിയ മിസ്റ്റേക്കെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റിയോ ഈ അന്വേഷണ ഏജൻസികൾക്ക്? ഖുർആനിന്റെ മറവിൽ സ്വർണം കടത്തിയെന്ന് തന്നെ കുറിച്ച് നുണ പ്രചരിപ്പിച്ചതും കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തിൽ ഒന്നും കണ്ടെത്താനാവാതെ തന്നെ വെറുതെ വിട്ടയച്ചതും ജനം കണ്ടതാണെന്നും ജലീൽ പറഞ്ഞു. പാതായിക്കരയിൽ ചേർന്ന യോഗത്തിൽ CITU ഏരിയ സെക്രട്ടറി വരിക്കത്ത് ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. ഇടതുമുന്നണി തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ N. മുഹമ്മദ് സലീം, സ്ഥാനാർത്ഥികളായ K. ഉണ്ണികൃഷ്ണൻ, സുനിൽ കുമാർ, സയ്യിദ് അലവി കോയത്തങ്ങൾ, സാറ സലീം തുടങ്ങിയവർ സംസാരിച്ചു. CCN പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണ നഗരസഭ LDF പ്രകടന പത്രിക പ്രകാശനം ചെയ്തു. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം PP വാസുദേവൻ പ്രകാശനം ചെയ്തു. കഴിഞ്ഞ 5 വർഷ കാലയളവിൽ നഗരസഭ നടത്തിയ 500 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളും വരാൻ പോകുന്ന 5 വർഷം നഗരസഭാ കൗൺസിൽ നിലവിലെ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയായി നടത്തുന്ന വികസന വാഗ്ദാനങ്ങളും ചേർന്നതാണ് പ്രകടന പത്രിക. നിലവിലെ കൗൺസിലിന്റെ കാലത്ത് നിർമ്മാണം ആരംഭിച്ച COVID-19 മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ പ്രവൃത്തി പൂർത്തീകരിക്കാനാവാത്ത ആ 6 പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്ന ദ്രുതകർമ്മ പദ്ധതിയടക്കം 229 ഇന പദ്ധതി 5 വർഷ കാലയളവിൽ നഗരസഭയിൽ നടപ്പാക്കാനാണ് പ്രകടന പത്രികയിൽ ഊന്നൽ നൽകുന്നത്. നഗരത്തെ കാലാനുസൃതമായി വളർത്താൻ ലക്ഷ്യമിട്ട് പശ്ചാത്തല സൗകര്യ വികസന മേഖലയിൽ 29 ഇന മെഗാ പദ്ധതികളും സമഗ്ര കുടിവെള്ള പദ്ധതികൾക്കായി 3 ഇന പരിപാടിയും, കാർഷിക മേഖലയിൽ 18, വിദ്യാഭ്യാസത്തിന് 30, സാമൂഹ്യക്ഷേമ രംഗത്ത് വിവിധ ഉപവിഭാഗങ്ങളിലായി 83, കലാ സാംസ്കാരിക കായിക രംഗത്ത് 14, പൊതുജനാരോഗ്യം ശുചിത്വം 32, നഗരസഭാ സേവനങ്ങൾ 8 എന്നിങ്ങനെയാണ് 229 ഇന പരിപാടി. എല്ലാ വർഷവും നടപ്പാക്കിയ പദ്ധതികളുടെ പ്രോഗ്രസ് കാർഡ് പുറത്തുവന്നു. അങ്ങനെ ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു മുന്നണി എന്നുള്ള നിലയ്ക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കുന്നതിന് ഉത്തരവാദിത്വം മുന്നണിക്കുണ്ട്. ഭരണ നേതൃത്വത്തെ പോലെ തന്നെ മുന്നണിക്കും അതിൽ ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ അതിൻ്റെ പാർലമെന്ററി പാർട്ടി വിഭാഗം വളരെ സമഗ്രതയോടുകൂടി അത് നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായൊരു കർമ്മ പദ്ധതി രൂപീകരിക്കും. നടപ്പാക്കാൻ പറ്റുന്ന പദ്ധതികളാണ് ഇതിലെല്ലാം നമ്മൾ പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ 5 വർഷക്കാലം മുമ്പ് പുറത്തിറക്കിയ പ്രകടന പത്രികയിലും 3 ഇനങ്ങൾ മാത്രമാണ് നമുക്ക് പ്രധാനമായിട്ടും നടപ്പാക്കാൻ കഴിയാതെ പോയിട്ടുള്ളത്. ബാക്കിയെല്ലാം നടപ്പാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഈ പാർക്കും അതുപോലെ തന്നെ ഇൻഡോർ സ്റ്റേഡിയമാണ് അതിൽ പ്രധാനമായിട്ടും നമുക്ക് നടപ്പാക്കാൻ കഴിയാതെ ഇരുന്നത്. അതിന് ഈ നേരത്തെ പറഞ്ഞ് അത് നടപ്പാക്കുന്നൊരു ഘട്ടം എത്തിയപ്പോഴാണ് നമ്മൾ ഈ കോവിഡ് മഹാമാരിയുടെ പ്രശ്നം വന്നത്. ഈ പരിപാടി നടപ്പാക്കാൻ സമയബന്ധിതമായ പ്രവർത്തന കലണ്ടറും പ്രതിമാസ റിവ്യൂവും നടപ്പാക്കും. എല്ലാ വർഷവും നടപ്പാക്കിയ പദ്ധതിയുടെ പ്രോഗ്രസ് കാർഡ് പുറത്തിറക്കാനും LDF തീരുമാനിച്ചിട്ടുണ്ട്. 5 വർഷക്കാലം അവർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ പരിശോധിച്ചത്. സംസ്ഥാന ഗവൺമെന്റിന്റെ അകമഴിഞ്ഞ പിന്തുണയോടുകൂടി, മാർഗദർശനത്തോടുകൂടി, സാമ്പത്തികവും മറ്റു തരത്തിലുള്ള സഹായത്തോടുകൂടി ആ പദ്ധതി ആവശ്യപ്പെടുന്ന എല്ലാ പരിപാടികളും നഗരസഭയ്ക്ക് ഒരളവോളം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ ഈ നഗരസഭ തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ള പദ്ധതികളിൽ അതും ഏതാണ്ടെല്ലാം പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല.
വിശദാംശങ്ങളിലൂടെ പറയും. അപ്പോൾ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. സമയത്ത് പ്രവേശനമുണ്ടാവും. നിങ്ങൾക്ക് നമുക്ക് സന്തോഷപൂർവ്വം ഈ പ്രകടന പത്രിക പ്രകാശനം ചെയ്യുകയും ഭാവിയിൽ ഭരണമേൽക്കുന്ന ഭരണസമിതി ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ സമ്പൂർണമായും അവരുടെ കാലാവധിക്കുള്ളിൽ പൂർത്തിയാക്കി ജനങ്ങളുടെ കയ്യടി വാങ്ങണമെന്ന രീതിയിൽ ഈ അവസരം ഉപയോഗിച്ച് മുൻകൂട്ടി തന്നെ. പ്രകാശന ചടങ്ങിൽ നഗരസഭാ മുൻ ചെയർമാൻ എം മുഹമ്മദ് സലീം അധ്യക്ഷനായി. കെ ഉണ്ണികൃഷ്ണൻ, നിഷി അനിൽ രാജ്, എം മുസ്തഫ, പി സത്യനാരായണൻ, കെ ജയേന്ദ്രൻ, പി പങ്കജാക്ഷൻ തുടങ്ങിയവർ പങ്കെടുത്തു. CCN പെരിന്തൽമണ്ണ. സംസ്ഥാനത്ത് അവസാനഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന മലപ്പുറം ജില്ലയിൽ ഇരു സ്ഥാനാർത്ഥികളും പാർട്ടി പ്രവർത്തകരും അവസാനഘട്ട പ്രചരണത്തിലാണ്. ഇരുമുന്നണികളും ഒപ്പം സ്വതന്ത്ര സ്ഥാനാർത്ഥികളും തുടക്കം മുതലുള്ള ആത്മവിശ്വാസത്തോടെയാണ് അവസാനഘട്ട പ്രചരണവും നടത്തുന്നത്. ഓരോ സ്ഥാനാർത്ഥിയും അവസാന ഘട്ടത്തിൽ വ്യത്യസ്ത തരത്തിലുള്ള പ്രചാരണ പരിപാടികളുമായാണ് മുന്നോട്ടു പോകുന്നത്. ആദ്യഘട്ട പ്രചരണം ഏറ്റവും കൂടുതൽ സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയായിരുന്നെങ്കിൽ അവസാനഘട്ടമായപ്പോൾ ജില്ലയിലെ വീടുകളിൽ കയറി സ്ഥാനാർത്ഥികൾ വോട്ടഭ്യർത്ഥിക്കുന്ന കാഴ്ചയാണ് നിലവിൽ കാണാൻ കഴിയുന്നത്. കോവിഡ് പ്രോട്ടോകോളുകൾ പാലിച്ച് ഇത്തവണ മുൻ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് പൊതുപരിപാടികളെല്ലാം കുറവാണ്. സാധാരണ അവസാനഘട്ട തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ആവേശോജ്വലമായ പൊതുപരിപാടികൾ എല്ലാം കാണാൻ കഴിയുമായിരുന്നു. ഇത്തവണ കോവിഡ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അത്തരം കാഴ്ചകളൊന്നും ജില്ലയിൽ കാണാൻ കഴിയില്ല. വനിതാ സ്ഥാനാർത്ഥികൾ തന്നെയാണ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ പ്രചാരണ രംഗത്തുള്ളത്. മികച്ച ആത്മവിശ്വാസത്തോടെയാണ് ഓരോ വനിതാ സ്ഥാനാർത്ഥിയും ഇത്തവണ വോട്ടഭ്യർത്ഥിച്ച് വോട്ടർമാരെ സമീപിക്കുന്നത്. മറ്റന്നാൾ പരസ്യപ്രചാരണം സമാപിച്ച് 14-ന് മലപ്പുറം ജില്ലയിലെ വോട്ടർമാരും പോളിംഗ് സ്റ്റേഷനുകളിലെത്തി വിധിയെഴുതും. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഇരുമുന്നണികളും പ്രചാരണം നടത്തുന്നത്. അതേസമയം ഇരുമുന്നണികളുടെയും കഴിവുകേടുകൾ കാണിച്ചുകൊണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥികളും ഇത്തവണ പ്രചാരണ രംഗത്ത് സജീവമായി തന്നെയുണ്ട്. അവസാനഘട്ട പ്രചാരണ രംഗത്ത് ഇരുമുന്നണികളുടെയും മുതിർന്ന നേതാക്കളും MP-മാരും MLA-മാരും മന്ത്രിമാരും ഉൾപ്പെടെ പ്രചാരണം കൊഴുപ്പിക്കാൻ സ്ഥാനാർത്ഥികൾക്കൊപ്പം ജില്ലയിൽ സജീവമാണ്. CCN മലപ്പുറം. പട്ടാമ്പി ഗവൺമെന്റ് ആശുപത്രിക്ക് മുൻപിൽ ഡോക്ടർമാരുടെ ധർണ. 11-ന് നടത്തുന്ന ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി IMA-യുടെ ആഭിമുഖ്യത്തിലാണ് ധർണ നടത്തിയത്. വൈദ്യശാസ്ത്രത്തെ തകർക്കുവാനുള്ള നീക്കമാണ് നടത്തുന്നതെന്നും സങ്കര ചികിത്സാ രീതി വേണ്ടെന്നും കാണിച്ചാണ് ഡോക്ടർമാർ പ്രക്ഷോഭത്തിനിറങ്ങിയിരിക്കുന്നത്. ഈ മാസം 11-ന് ദേശീയ പണിമുടക്കും നടത്തുന്നുണ്ട്. ഇതിന്റെ ഭാഗമായാണ് IMA പട്ടാമ്പി ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ പട്ടാമ്പി താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ ധർണ നടത്തിയത്. IMA-ക്ക് പുറമെ KG, MOA, ഇന്ത്യൻ ദന്തൽ അസോസിയേഷൻ തുടങ്ങിയ സംഘടനകളും സമരത്തിൽ പങ്കെടുത്തു. IMA ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ ഗോപി സമരം ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ഹരിദാസൻ അധ്യക്ഷനായിരുന്നു. ഡോക്ടർ കൃഷ്ണകുമാർ, ഡോക്ടർ അൻസ, ഡോക്ടർ ഫാത്തിമ തഹസീൻ, ഡോക്ടർ രഞ്ജിനി, ഡോക്ടർ ലാവണ്യ, ഡോക്ടർ രാമനബീശൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ഇതോടെ CCN വാർത്തകൾ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പ്രൈഡ് ഓഫ് ജനറേഷൻസ്, ബൈപാസ് റോഡ്, പെരിന്തൽമണ്ണ.